ഉമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൺഡേ സ്പെഷ്യൽ വെജ് മഞ്ചൂരിയൻ കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അതിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ബീൻസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞ് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടി 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇല്ലെങ്കിൽ നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ടാലും മതി കേട്ടോ. ഇടിയപ്പത്തിൻ്റെ പൊടി വറുത്തതായിരിക്കണം എന്ന് മാത്രം. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം. ടൊമാറ്റോ സോസും സോയ സോസുമാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ടൊമാറ്റോ സോസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിത്തഴ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് ലൂസ് പരുവാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കൂടി മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടിയോ ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം. ഇത് ഉരുട്ടാൻ പാകത്തിലേക്കുള്ള ബോൾസാക്കി മാറ്റിയെടുക്കാം. ബോൾസുകളാക്കി മാറ്റി ഈ വലുപ്പത്തിലാണ് ബോൾസ് ആക്കേണ്ടത്. ഇനി ഇതൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഹോട്ടലിലൊക്കെ അവർ ഇതിൽ വിനാഗർ, അതുപോലെ തന്നെ സോഡ, ബേക്കിംഗ് പൗഡർ എല്ലാം ചേർക്കും. നമ്മളിതിലൊന്നും ചേർക്കുന്നില്ല. നമ്മളുടെ ബോൾസുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറുത്ത് കോരിയെടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ഈ ബോൾസുകളിട്ട് ഗ്യാസ് ഒന്ന് സിമ്മ് ചെയ്ത് വേണം വറുക്കണമെങ്കിൽ. ഇനി എണ്ണ എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഷാലോ ഫ്രൈ ചെയ്തും എടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ മീൻ വറുക്കുന്ന പോലെയൊക്കെ തിരിച്ചും മറിച്ചിട്ട് കുറച്ച് എണ്ണയിലും വേണമെങ്കിൽ ഇത് വറുത്തെടുക്കാം. പക്ഷേ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ അത് ക്രിസ്പായിട്ട് നമ്മളുടെ ഗ്രേവിക്ക് നല്ല ഒരു എന്താ പറയുക സ്ട്രക്ചർ ഉണ്ടാകും. നമുക്കിതിലേക്ക് ഗ്രേവി തയ്യാറാക്കി എടുക്കാം. ഗ്രേവിക്ക് വേണ്ടി ചൂടായ എണ്ണയിലേക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ ഗ്രേവിക്ക് ഒരു നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇനി ഉള്ളി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നല്ലവണ്ണം വഴഞ്ഞതിന് ശേഷം ടൊമാറ്റോ ഇട്ട് കൊടുത്ത് ഒരു ചെറിയ കുഞ്ഞു തക്കാളി ഇട്ടാൽ മതി. കാരണം നമ്മൾ സോസ് ചേർക്കുന്നതുകൊണ്ട് പുളിപ്പ് കൂടാൻ സാധ്യതയുണ്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ചൂടുവെള്ളം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കോൺഫ്ലവർ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട്, കോൺസ്റ്റാർച്ച് ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ടാവും. പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസ് 1 സ്പൂണും കൂടി ചേർക്കുക. സോയാ സോസും കൂടി ചേർക്കുക. അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് തിളച്ച ഗ്രേവിയിലേക്ക് നമ്മളുടെ വറുത്ത് വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. നമ്മളുടെ വെജ് മഞ്ചൂരിയൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് ചപ്പാത്തി, ഗീ റൈസ്, അതുപോലെ തന്നെ പുലാവ്, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങളിവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ കറി ഉണ്ടാക്കുമ്പോഴേക്കും റോഷ്നി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. ഇത് പുലാവിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. ഇവിടെ ചപ്പാത്തിയാണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഇന്നിവിടെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. നമ്മൾ സൺഡേക്കൊക്കെ ഇതുപോലെ നമ്മൾ സ്പെഷ്യലായിട്ട് കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു ഹാപ്പി അല്ലേ. അപ്പോൾ ഇത് കഴിച്ചു നോക്കട്ടെ. ചപ്പാത്തി ഗ്രേവിയിൽ മുക്കി അത് നല്ല എന്താ പറയുക അപാര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കമൻറ്റുകൾ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.